നമസ്കാരം. ഏറ്റവും സന്തോഷകരമായ ചില വാർത്തകൾ ഏറ്റവും സങ്കടം പിടിച്ച നിമിഷങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടി വന്നാലോ? ഈ കഴിഞ്ഞ ആഴ്ച ഒരു മരണവാർത്തയിലൂടെ ഞാൻ അറിഞ്ഞത് അത്യപൂർവമായൊരു പ്രണയകഥയാണ്. ഇവിടെ എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കടുത്ത് കളമശ്ശേരി നഗരസഭയിൽ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷന് അടുത്തായിട്ടാണ് ആ മരണമുണ്ടായത്. 100 വയസ്സുള്ള ഒരു വൃദ്ധ മരിക്കുന്നു. അവരുടെ പേര് ജമീലുമ്മ എന്നാണ്. ജമീലുമ്മയുടെ മരണവാർത്തയിൽ നിന്നാണ് ഒരു പ്രണയകഥയിലേക്കുള്ള സൂചനകൾ കിട്ടിത്തുടങ്ങിയത്. ജമീലുമ്മയുടെ വാർത്തയാകുന്നത് ജമീലുമ്മയുടെ മോളുടെ വീട്ടിൽ വെച്ചാണ് അവർ മരിക്കുന്നത്. മോളുടെ പേര് നാരായണി അമ്മ എന്നാണ്. നാരായണി അമ്മക്ക് 82 വയസ്സുണ്ട്. മരിച്ച നാരായണി അമ്മയുടെ അമ്മയ്ക്ക് സാക്ഷാൽ ജമീലുമ്മ എന്ന മുസ്ലിം സ്ത്രീക്ക് 100 വയസ്സും. മകൾ നാരായണിയാണ്. നാരായണിയോടൊപ്പമാണ് ജമീലുമ്മ കഴിഞ്ഞു വന്നത്. നാരായണിക്ക് മക്കളുണ്ട്. കളമശ്ശേരി മുനിസിപ്പൽ കൗൺസിലറായിട്ടുള്ള KT മനോജ്, കലാകാരനും തൊഴിലാളിയും ജനസേവകനും ഒക്കെ ആയിട്ടുള്ള മനോജ് മാത്രമല്ല, വേറെയും 3 മക്കൾ. ആ മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. മുരളിയും മനോജും ഓമനയും 3 മക്കളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. പ്രസാദ് എന്ന മോൻ മരിച്ചുപോയി നാരായണിക്ക്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ മുത്തശ്ശിയായി ജീവിച്ചിരിക്കുമ്പോഴാണ് ജമീലുമ്മ മരണപ്പെടുന്നത്. എങ്ങനെയാണ് നാരായണിയുടെ അമ്മ ജമീലുമ്മയാകുന്നത് എന്ന കൗതുകമാണ് വലിയ ഒരു പ്രണയകഥയിലേക്ക് എന്നെ കൊണ്ടുപോയത്. പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്തിനടുത്ത് ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പേര് കരിമ്പുഴ. കരിമ്പുഴയിലെ നാട്ടുമ്പുറത്ത് ആണ് ഈ ജമീലുമ്മ പിറക്കുന്ന കാലത്ത് ജമീലുമ്മയല്ല, അവർ ജാനകിയമ്മയാണ്, ജാനകിക്കുട്ടിയാണ്. ജാനകിക്കുട്ടി പിറക്കുന്നത് കരിമ്പുഴയിലെ ശങ്കുണ്ണി മേനോൻ്റെ മകളായിട്ടാണ്. ശങ്കുണ്ണി മേനോൻ്റെ മകളായി. ശങ്കുണ്ണി മേനോൻ ഒറ്റപ്പാലം കോടതിയിലെ വക്കീൽ ഗുമസ്തനാണ്. വക്കീൽ ഗുമസ്തൻ്റെ മകളായിട്ടാണ് പിറക്കുന്നത്. ഏതാണ്ട് 1923 പിറന്നത്. ഇപ്പോൾ അവർക്ക് 100 വയസ്സുണ്ട് എന്ന് പറഞ്ഞ അർത്ഥം. അവർ സ്കൂളിൽ പോകുന്ന കാലത്ത്, കരിമ്പുഴയിലെ പ്രാഥമിക വിദ്യാലയത്തിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർക്കൊരു കളിക്കൂട്ടുകാരനുണ്ട്. ആ സ്കൂളിനടുത്ത് പെട്ടിക്കട നടത്തുന്ന അഹമ്മദിൻ്റെ മോൻ മരക്കാരുട്ടിയും ജാനകിക്കുട്ടിയും കൂട്ടുകാരാണ്. അവർ ഒരുമിച്ച് എവിടെയോ പറയപ്പെടാത്ത ഒരിഷ്ടം ആ മനസ്സിൽ കൗമാരകാലത്ത് തന്നെ രൂപപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തെ കാലം അങ്ങേയറ്റം സങ്കടകരമാണ്. ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ അവരുടെ ഇഷ്ടങ്ങൾ പറയാനോ പറഞ്ഞിട്ട് ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനോ ഒന്നും കാലം കാത്തു നിന്നില്ല. ജാനകിക്കുട്ടിക്ക് ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 13-14 വയസ്സ് പ്രായം കാണും. അവരുടെ സാധാരണ കുടുംബവിധി പ്രകാരമുള്ള കല്യാണം നിശ്ചയിച്ചു. കുടുംബത്തിലെ അമ്മാവൻ്റെ മോൻ, അല്ലെങ്കിൽ അവരുടെ തന്നെ കുടുംബത്തിലുള്ള ഒരു അമ്മാവൻ്റെ മോൻ, അല്ലെങ്കിൽ മുറച്ചെറുക്കൻ എന്ന് പറയാവുന്ന ഒരാൾ, ബാലകൃഷ്ണൻ മേനോൻ അന്ന് തമിഴ്നാട്ടിലെ ഈറോഡിൽ ജോലി ചെയ്യുമ്പോഴാണ്, ഈറോഡിൽ താമസിക്കുമ്പോഴാണ് കല്യാണം നടന്നത്. കുടുംബം തന്നെ ആലോചിച്ച് തീരുമാനിച്ച കല്യാണമാണ്. വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, മറ്റൊന്നും വെളിപ്പെടുത്താൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. നിറകണ്ണുകളോടെ അവർ പിരിഞ്ഞു എന്ന് പറയാം. മരക്കാരും ജാനകിക്കുട്ടിയും പിരിയുന്നു. ജാനകിക്കുട്ടി ഭർത്തൃ വീട്ടിലേക്ക് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പോകുന്നു. ഈറോഡിൽ താമസിക്കുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞാണ് നാരായണിക്കുട്ടി. ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി തന്നെ ആ കുടുംബത്തിൽ അന്നൊക്കെ സാധാരണമായ, ഇന്നും സംഭവിക്കാവുന്ന ഒരു ദുരന്തം സംഭവിക്കുന്നു. അത് ഈ ഭർത്താവ് ബാലകൃഷ്ണ മേനോന് അദ്ദേഹം താമസിക്കുന്ന ഈറോട്ടിലെ തമിഴ്നാട്ടിലെ ഒരു തമിഴ് പെൺകുട്ടിയുമായി അടുപ്പം വരുന്നു. ആ അടുപ്പം ജാനകിക്കുട്ടി അറിയുന്നു. ജാനകിക്കുട്ടി അസ്വസ്ഥയായി സങ്കടപ്പെട്ട് തിരിച്ചു പോരുന്നു. പിന്നീട് ജാനകിക്കുട്ടി താമസിക്കുന്നത് ഈ നാരായണി എന്ന കുട്ടിയെയും നോക്കി മകളെയുമായി നാട്ടിലേക്ക് മടങ്ങി ഈ ശ്രീകൃഷ്ണപുരത്തെ കരിമ്പുഴയിൽ താമസമാകുന്നു. അതിനിടയിൽ അപ്പുറത്ത് ആ കാലഘട്ടത്തിനുള്ളിൽ മരക്കാരൻ്റെ ജീവിതത്തിലും വലിയ മാറ്റം വന്നു. മരക്കാരും നന്നേ ചെറുപ്പത്തിൽ, അന്നത്തെ മുസ്ലിം സാമൂഹ്യ സാഹചര്യത്തിൽ ആൺകുട്ടികൾ നേരത്തെ കല്യാണം കഴിക്കും,
മരക്കാർ കല്യാണം കഴിക്കുന്നു. മരക്കാർക്ക് അങ്ങനെയാണ്, ഒരു മുസ്ലിം കുടുംബത്തിലെ അന്നത്തെ രീതി അനുസരിച്ച് തന്നെ 6-7 മക്കൾ തുടർച്ചയായി ഒന്നിനു പിറകെ ഒന്നായി 6-7 മക്കൾ ഉണ്ടാകുന്നു. പക്ഷേ പൊടുന്നനെ 6-7 മക്കളുണ്ടായി കഴിഞ്ഞ് മരക്കാരുടെ ഭാര്യ മരിക്കുന്നു. മരക്കാരൊറ്റപ്പെട്ടു പോകുന്നു. മരക്കാരൊറ്റപ്പെട്ടു പോകുന്ന കാലത്ത് തന്നെയാണ് ജാനകി അമ്മയും ഒറ്റപ്പെട്ടു പോയിട്ട് മകളുമായി കുടുംബത്തിലേക്ക് തിരിച്ചു വന്ന് ജീവിക്കാൻ തുടങ്ങുന്നത്. ഉള്ളിലുണ്ടായിരുന്ന ഇഷ്ടം പിന്നെയും എങ്ങനെയൊക്കെയോ പുതുമഴയിലെന്ന പോലെ മുളച്ചു പൊങ്ങി വരുന്നു. അവർ തമ്മിൽ അടുക്കുന്നു. പിന്നെ സംഭവിക്കുന്നത്, ജാനകിക്കുട്ടിയും മരക്കാരും തീരുമാനിക്കുന്നു ഒന്നിച്ച് ജീവിക്കാൻ. അങ്ങനെ മരക്കാരുടെ 7 മക്കളുടെ അമ്മയായി ജാനകിക്കുട്ടി മരക്കാരുടെ ഭാര്യയാകുന്നു. അന്നത്തെ ഒരു സൗകര്യത്തിന് രണ്ടുപേരുടെയും സമ്മതവും സന്തോഷവും പ്രകാരം ജാനകിക്കുട്ടി മതം മാറി ജമീലുമ്മയായി, പൊന്നാനിയിൽ പോയി മതം മാറി ജമീലുമ്മയായി തിരിച്ചെത്തുന്നു. ആ 7 മക്കളുടെ അമ്മയായി അന്നു മുതൽ ജീവിച്ചു തുടങ്ങുന്നു. അതാണ് ജാനകിക്കുട്ടി. മാത്രമല്ല, ജാനകിക്കുട്ടിയുടെ മകൾ നാരായണിക്കുട്ടിക്ക് വിവാഹപ്രായമാകുന്നു. അവരെപ്പോഴും ആ കുടുംബത്ത് തന്നെ കഴിഞ്ഞു പോരുന്നു. അവരുടെ ഹിന്ദു മുറപ്രകാരം കല്യാണം കഴിച്ചു പോകുന്നു. അവർ ജാനകിക്കുട്ടിയുടെ മകൾ നാരായണിക്കുട്ടി തൃശ്ശൂരിലെ പുള്ള് പ്രദേശത്ത് താച്ചുക്കുട്ടി കർത്ത എന്നയാളെ വിവാഹം ചെയ്യുന്നു. താച്ചുക്കുട്ടി കർത്ത മദ്രാസിൽ ഈ MESലായിരുന്നു ജോലി, മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലായിരുന്നു ജോലി. അങ്ങനെ മദ്രാസിലേക്ക് പോകുന്നു. മദ്രാസിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. കൊച്ചിയിൽ അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നു. പിന്നീട് നാരായണിക്കുട്ടിക്ക് ആ ഭർത്താവിന് പകരമുള്ള ജോലി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ MESലെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റായിട്ട് ജോലി കിട്ടുന്നു. അടുത്ത കാലം വരെ അവർ സർവീസിലുണ്ടായിരുന്നു. അവർ റിട്ടയർ ചെയ്തതിന് ശേഷം അവർ കളമശ്ശേരിയിൽ താമസമാക്കുന്നു. ഇതാണ് 1975 അവർ ഭർത്താവിൻ്റെ മരണശേഷം 75 സർവീസിൽ കയറുന്നു. 2003 റിട്ടയർ ചെയ്യുന്നു. ഏതാണ്ട് 2003 റിട്ടയർ ചെയ്യുമ്പോൾ ആണ് മറ്റൊന്ന് സംഭവിക്കുന്നത്. ഇതേ കാലത്ത് മരക്കാരുടെ മരണശേഷം മരക്കാരൻ്റെ മക്കൾ സ്വന്തം അമ്മയെപ്പോലെ സ്വന്തം അമ്മയെപ്പോലെയല്ല, അമ്മ തന്നെയായി ജമീലുമ്മയെ നോക്കി വലിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഈ സമയത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം, ജമീലുമ്മയ്ക്ക് വേണ്ടി മരക്കാർ എഴുതി വെച്ച വലിയൊരു തോട്ടം, 2 ഏക്കർ റബ്ബർ ഉൾപ്പെടെയുള്ള തോട്ടം ഉണ്ടായിരുന്നു. അത് ജമീലുമ്മയ്ക്ക് വേണമെങ്കിൽ സ്വന്തം മകൾ നാരായണിക്ക് കൊടുക്കാൻ വേണ്ടി മരക്കാർ വസിയത്ത് ചെയ്തതാണ്. അങ്ങനെ നാരായണിയുടെ മക്കളും മനോജ് ഉൾപ്പെടെയുള്ള മക്കളും അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവർക്കൊരു കാര്യം ബോധ്യമായി. 2 സമൂഹങ്ങൾ, 2 സമുദായങ്ങൾ ഒന്നായി ജീവിച്ചു വന്ന് ഒരേ മനസ്സോടെ പരസ്പരം സ്നേഹിച്ചും ജീവിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്വത്ത്, മരക്കാരുടെ മരണശേഷം ആ സ്വത്തിൻ്റെ ഒരംശം ഇപ്പോഴും ഹിന്ദു കുടുംബമായി ജീവിച്ചു വരുന്ന കഴിഞ്ഞ ഈ നാരായണിയുടെ ഈ ജാനകി അമ്മയുടെ ആദ്യ ബന്ധത്തിൽ ആദ്യ ഭർത്താവിനുണ്ടായ മകൾ, ഹിന്ദുവായ മകൾ, അവരും അവരുടെ കുടുംബവും ആ സ്വത്ത് ഏറ്റുവാങ്ങിയാൽ ഉണ്ടാകാവുന്ന ഇന്ന് വരെയുള്ള ഒരു സ്നേഹത്തിൻ്റെ ചരട് മുറിഞ്ഞു പോകുമോ എന്ന് ആശങ്കിക്കുകയും നാരായണിയമ്മ മുൻകൈയെടുത്ത് ആ സ്വത്ത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ സ്വത്ത് സ്വീകരിക്കുന്നതിന് പകരം അവിടുത്തെ ഒരു യത്തീംഖാനക്ക് ആ ഭൂമി വളരെ സൗജന്യ വിലക്ക് കൊടുത്തിട്ട് തിരിച്ചു പോരുകയും ചെയ്തു. പോരുമ്പോൾ നാരായണിയമ്മ ജാനകി അമ്മയെ കൂടെ കൊണ്ടുവരാൻ ഒരു സന്തോഷത്തോടെ കൂടെ കൊണ്ടുവരികയും 20 വർഷത്തോളം 2003 തൊട്ട് ഏതാണ്ട് 2024 വരെ, ഈ മരണം വരെ, ഈ കഴിഞ്ഞ ആഴ്ച മരിക്കുന്നത് വരെ സ്വന്തം കുടുംബത്തിൽ കൊണ്ടുവന്ന് വളർത്തി. ഈ മക്കളൊക്കെ ആ അമ്മൂമ്മയെ, ജമീലുമ്മയാണ്, ഇസ്ലാമികമായ ജീവിത മുറയിലാണ് അവർ ജീവിച്ചു വന്നിട്ട് 20 കൊല്ലമായി കളമശ്ശേരിയിലെ ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ, മകളായ ഹിന്ദുവിൻ്റെ വീട്ടിൽ, മകളും പേരമക്കളുമായ ഹിന്ദുക്കളുടെ വീട്ടിൽ ഒരിക്കൽ പോലും ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ യാതൊരു കർമ്മമുറകളും തെറ്റിക്കാതെ നിറഞ്ഞ ഭക്തയായി അവർ ജീവിച്ചു. അവർക്ക് ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം, പ്രാർത്ഥിക്കാനുള്ള സൗകര്യം, നോമ്പെടുക്കാനുള്ള സൗകര്യം എല്ലാം സ്വന്തം അമ്മ തന്നെയായി അവർ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ
അവരുടെ വേഷം മാറിയാലും വിശ്വാസം മാറിയാലും അവരുടെ മതം മാറിയാലും സമുദായം മാറിയാലും നാരായണിക്കുട്ടിക്ക് മരണം വരെയും അമ്മ തന്നെയായിരുന്നു. അത് ജമീലുമ്മയായാലും ജാനകി അമ്മയായാലും നാരായണിക്കുട്ടിക്ക് അമ്മ തന്നെയായിരുന്നു. മക്കൾക്ക് അവരുടെ മുത്തശ്ശി തന്നെയായിരുന്നു. അങ്ങനെ അത്യപൂർവമായ ഒരു മരണം. ആ മരണം വരെ അവർ കാണിച്ച ഉദാത്തമായ മാതൃക. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ഒരമ്മയ്ക്ക് മുസ്ലിം സ്ത്രീയായും അവരുടെ മകൾക്ക് ലക്ഷണമൊത്ത ഹിന്ദു സ്ത്രീയായും ജീവിക്കാം. അവരുടെ മക്കൾക്ക് അവർക്കിഷ്ടമുള്ള അവരിപ്പോൾ കെ.ടി. മനോജ് വളരെ വളരെ മതേതരമായ ജീവിതം നയിക്കുന്ന മുനിസിപ്പൽ കൗൺസിലറായ CPM കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതെല്ലാം ചേർന്ന് ഒരു കുടുംബത്തിന് കീഴിൽ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ സാധ്യമാണ് എന്ന് തെളിയിച്ച കുടുംബം മരണത്തിൻ്റെ ദിവസം അവർ സ്വന്തം വീട്ടിൽ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് ആ പ്രദേശത്തെ ഈ കളമശ്ശേരിയിലെ പത്തടിപ്പാലത്തെ മുഴുവൻ മുസ്ലിങ്ങളും ചേർന്ന് തന്നെ അത് മതാചാരപ്രകാരം അവരെ കുളിപ്പിക്കുന്നു. വീട്ടിൽ വെച്ച് തന്നെ മയ്യത്ത് നമസ്കരിക്കുന്നു. ആ പ്രദേശത്തെ മുസ്ലിം പള്ളിയിൽ പ്രത്യേകം മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നു. മനോജ് ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളായ ബന്ധുക്കൾ മുഴുവനും ആ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. എന്നിട്ട് ഉപചാരപൂർവ്വം ആ മയ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികളായ പാലക്കാട്ടേക്ക് വിലാപയാത്ര പോലെ കൊണ്ടുപോകുന്നു. പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്ത് കൊണ്ട് ചെന്നിട്ട് കരിമ്പുഴയിലെ അവരുടെ മരണം വരെ ഈ മരക്കാർക്ക ജീവിച്ചു മരിച്ചുപോയ അതേ അതേ നാട്ടിലെ അതേ പള്ളിയിലെ വീണ്ടും പ്രാർത്ഥന നടത്തുന്നു. ആ ഖബർസ്ഥാനിൽ മറവ് ചെയ്യുന്നു. ആ ഓർമ്മ തീർച്ചയായിട്ടും ചെറിയ ഓർമ്മയല്ല. വിരഹം നിറഞ്ഞ ഒരു വിരഹത്തിനും അതിതീവ്രമായൊരു പ്രണയത്തിൻ്റെ ഓർമ്മയുണ്ട്. ഒരു ബാല്യകാല അനുരാഗത്തിൻ്റെ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ ഒരു വിരഹത്തിൻ്റെ ഓർമ്മയുണ്ട്. പിന്നീട് വളരെ യാദൃച്ഛികമായി വിധിയുടെ മാത്രം ഒരു വിധി ഒരുക്കിയ സൗഭാഗ്യം പോലെ വളരെ കാലത്തിന് ശേഷം അവർ ഒന്നു ചേരുന്നതിൻ്റെ ഒരു വല്ലാത്ത കുളിർമയുണ്ട്. അപ്പോഴേക്ക് അവർക്ക് രണ്ടു കൂട്ടർക്കും മക്കളുണ്ടായിരുന്നു. ആ മക്കളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാതെ സമൂഹത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ ആവശ്യാനുസരണം വിശ്വാസത്തിലും മതത്തിലും വേഷത്തിലുമൊക്കെ മാറ്റം വരുത്തിയെങ്കിലും അമ്മ മനസ്സ് എന്നും അമ്മ മനസ്സായി. അത് മരക്കാരുടെ 7 മക്കളെ പോറ്റാൻ ജാനകി അമ്മയ്ക്ക് മടിയുണ്ടായില്ല, യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അവർക്ക് മതമുണ്ടോ എന്ന് പോലും അവർ ആലോചിച്ചില്ല. നാരായണിക്ക് സ്വന്തം അമ്മയെ ജമീലുമ്മയായി പോറ്റാൻ, ജമീലുമ്മ വെറും ജമീലുമ്മയല്ല, 96-ൽ അവർ ഭർത്താവിൻ്റെ മരണശേഷം ഹജ്ജിന് പോയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജമീല ഹജ്ജുമ്മ ആണ്. അതുകൊണ്ട് ജമീല ഹജ്ജുമ്മയുടെ മരണം ഒരുപാട് ഓർമ്മകൾ, പ്രണയത്തിൻ്റെ ഓർമ്മകൾ, നല്ല ജീവിതത്തിൻ്റെ ഓർമ്മകൾ, മതേതരമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ, ഭാരതീയമായൊരു സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ, ഒരു വീട്ടിന് കീഴിൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾക്ക് ഒരുമിച്ച് പാർക്കാൻ, സ്നേഹപൂർവ്വം പുണരാൻ, എന്നിട്ട് അങ്ങേയറ്റത്തെ സങ്കടത്തോടെ മരിച്ചു പിരിയാൻ സാധ്യതയുള്ളൊരു മണ്ണിൻ്റെ പേരാണ് ഇന്ത്യ എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന. ഇതാണ് കേരളമെന്നും ഈ കേരളം തന്നെയാണ് ഇന്ത്യയുടെ മാതൃകയാകേണ്ടത് എന്നുകൂടി പറയാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു മരണവാർത്തയാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ജമീലുമ്മ എന്ന ജാനകി അമ്മയുടെ മരണം. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ആ കുടുംബത്തെ ആദരപൂർവ്വം ഈ ശ്രദ്ധാഞ്ജലിയിലൂടെ മാതൃകയായി തീർന്ന ആ കുടുംബത്തെ ഹൃദയംഗമമായി നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ചുരുക്കട്ടെ. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.